സംസ്ഥാനത്ത് ഇന്നും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, നിലവിൽ കാസർഗോഡ് ജില്ലയിലും അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. റെഡ് അലർട്ടാണ്. നിലവിലെ സാഹചര്യങ്ങൾ എപ്രകാരമാണ്? വിശദാംശങ്ങൾ. ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് കാസർഗോഡ് ജില്ലയുടെ വിവിധ മേഖലകളിൽ പെയ്യുന്നത്. നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴയുടെ സാഹചര്യത്തിൽ, ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. മദ്രസകൾ, അംഗൻവാടികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ദേശീയപാത വഴി സഞ്ചരിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, വീരമലക്കുന്നിലും മട്ടലായിക്കുന്നിലും മണ്ണിടിച്ചിൽ സാധ്യതയെ കണക്കിലെടുത്ത് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ മുന്നൊരുക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത്. തീരദേശ പ്രദേശത്തും കടലാക്രമണം വളരെ രൂക്ഷമാണ്. ഇത്തരത്തിൽ മഞ്ചേശ്വരം, ഉപ്പള ഭാഗങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധനത്തിനും ഇവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ജില്ലയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുടക് മേഖലയിലും കനത്ത മഴ തന്നെയാണ് തുടരുന്നത്. ശരി.